കേരളത്തിലെ വലിയ വട്ടശ്രീകോവിലുകളുള്ള ക്ഷേത്രങ്ങളിൽപ്പെട്ടതും കിരാതമൂർത്തിയായ പരമശിവനും പാർവതീദേവിയും മുഖ്യപ്രതിഷ്ഠയായതുമായ ആലുവ അടുത്തുള്ള ചെങ്ങമനാട് ശ്രീ മഹാദേവ ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, അയ്യപ്പൻ, ഉമാമഹേശ്വരന്മാർ, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ മഹാദേവനെ പ്രതിഷ്ഠിച്ചത് ജംഗമൻ എന്നു പേരുള്ള ഒരു മഹർഷിയാണ്. ജംഗമ മഹർഷി തപസ്സിരുന്ന സ്ഥലം എന്ന നിലയിൽ ജംഗമനാട് എന്ന് അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം പിന്നീട് ചെങ്ങമനാടായി മാറി. സപ്തമാതൃക്കൾക്ക് വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഇവിടെ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. കേരള ഊരാൺമാ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. മഹാശിവഭക്തനായിരുന്ന ജംഗമ മഹർഷി തൻ്റെ ദേശാടനത്തിനിടയിൽ ഈ ദേശത്ത് വരുവാനിടയായി. പെരിയാറിൻ്റെ തീരത്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ ദേശം അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹം ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അങ്ങനെ ജംഗമനാട് എന്ന പേരിൽ ഈ ദേശം അറിയപ്പെട്ടു തുടങ്ങുകയും കാലാന്തരത്തിൽ അത് ലോപിച്ച് ചെങ്ങമനാടാവുകയും ചെയ്തു. ഇന്ന് മുനീക്കൽ ഗുഹാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസമാക്കിയത്. തത്സ്ഥാനത്ത് ഇന്നൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനുമുണ്ട്. തൈപ്പൂയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം. ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രം അതിമനോഹരമായ വാസ്തുവിദ്യാ സൗന്ദര്യത്തിൽ ആകർഷിക്കുന്നു. സങ്കീർണമായ കൊത്തുപണികൾ, ശിലാശില്പങ്ങൾ, ഗംഭീരമായ പ്രവേശന ഗോപുരം എന്നിവയാൽ അലങ്കരിച്ച പരമ്പരാഗത കേരള ദ്രാവിഡ ശൈലികളുടെ സമന്വയ സംയോജനം പ്രദർശിപ്പിക്കുന്നു. ഏകദേശം 5500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ശ്രീകോവിലിനെ ക്ഷേത്രം ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം മനോഹരമായ നാലമ്പലവും ചുറ്റമ്പലവുമുണ്ട്. ഈ വാസ്തുവിദ്യാ മാസ്റ്റർപീസ് അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളാൽ പൂരകമാണ്. ഇത് ശാന്തസുന്ദരവും ആത്മീയവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. 10 ബ്രാഹ്മണ കുടുംബങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ. തളയിൽ മന, മകരമട്ടത്തു മന, മാളിയേക്കൽ മന, പടമട്ടത്തു മന, പഴപ്പ മന, വൈപ്പൻ മന, ഇടപ്രമ്പള്ളി മന, മൊഴുള്ളി മന, വലിയ കൊടത്തു മന, ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ എന്നിവയാണ് അവ. ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയും ക്ഷേത്രത്തിൻ്റെ നടപ്പ് ബുദ്ധിമുട്ടാവുകയും ചെയ്തതിനാൽ ഭരണപരമായ അധികാരങ്ങൾ ഊഴമാ ദേവസ്വം ബോർഡിന് കൈമാറി. നിലവിൽ ക്ഷേത്രഭരണം ഊഴമാ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. തദ്ദേശവാസികൾ രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ സജീവമായ മാർഗനിർദ്ദേശത്തോടു കൂടിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീധി നടുവിൽ ഞാൻ. നരകത്തീന്നെന്നെ കരയേറ്റിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറുന്നു പോ മനമെല്ലാം. മനതാരിൽ വന്നു വിളയാടിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശിവ ഒന്നും പറയാവതല്ലേ മഹാമായ തൻ്റെ പ്രകൃതികൾ. മഹാമായ നീക്കിട്ടരുളേണം നാഥ, തിരുവൈക്കം വാഴും ശിവശംഭോ. വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും
വഴിയും കാണാതെയുഴലുമ്പോൾ വഴിയിൽ നേർവഴിയരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ച ഇടയ്ക്കിടെയാറു പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ